ജെയിൻ യൂണിവേഴ്സിറ്റി സംഘടിപ്പിക്കുന്ന രണ്ടാമത് ഫ്യൂച്ചർ സമ്മിറ്റിന്റെ പ്രഖ്യാപനം കൊച്ചിയിൽ നടന്നു. ജനുവരി 28 മുതൽ ഫെബ്രുവരി 1 വരെ കാക്കനാട്ടെ ജെയിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ആണ് സമ്മിറ്റ് നടക്കുക. സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാകും 2026 സമ്മിറ്റ് എന്ന് ജെയിൻ യൂണിവേഴ്സിറ്റി വ്യക്തമാക്കി. ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിന്റെ ആദ്യ പതിപ്പിലൂടെ ലഭിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ടാണ് രണ്ടാം പതിപ്പ് പ്രഖ്യാപിച്ചത്. ആദ്യ പതിപ്പ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിരുന്നു. സുസ്ഥിര വികസനം ലക്ഷ്യമിട്ടുള്ള രണ്ടാം പതിപ്പിലൂടെ ഗിന്നസ് ബുക്കിൽ ഇടം പിടിക്കുകയാണ് ലക്ഷ്യം. 7 ട്രാക്കുകളിലായാണ് 4 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മിറ്റ്. ഈ വർഷം സമ്മിറ്റിന്റെ തീം എന്ന് പറഞ്ഞാൽ സമ്മിറ്റ് ഫോർ എവരി വൺ, അല്ലെങ്കിൽ സമ്മിറ്റ് ഫോർ എവരി വോയിസ്, അല്ലെങ്കിൽ എവരി ഡ്രീം എന്നാണ്. അപ്പോൾ നമുക്ക് ഈ വർഷം ഒരു പീപ്പിൾ സ്റ്റേജ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വ്യത്യസ്തങ്ങളായ ആശയങ്ങളുള്ള, നമുക്ക് സാധാരണ കോൺഫറൻസിലൊക്കെ നമ്മൾ കണ്ട് അല്ലെങ്കിൽ സമ്മിറ്റുകളെല്ലാം കാണുന്നത് വളരെ പരിചിതങ്ങളായ മുഖങ്ങളായിരിക്കും. അതിൽ നിന്ന് വ്യത്യസ്തമായ ആശയങ്ങളുള്ളവർക്ക് സമ്മിറ്റിന്റെ പീപ്പിൾ സ്റ്റേജിൽ വരാനും അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാനും അവർക്കൊരു വേദി ഒരുക്കുക. അപ്പോൾ അങ്ങനെ ഒരു വിശാലമായ വിഷനാണ് ഈ വർഷം സമ്മിറ്റ് മുൻപോട്ട് വയ്ക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഓട്ടോ എക്സ്പോയും ഇ സ്പോർട്സ് ഗെയിംവേഴ്സും സമ്മിറ്റിലുണ്ടാകും. രണ്ടാം സമ്മിറ്റിന്റെ ലോഗോ പ്രകാശനം ഹൈബി ഈഡൻ MP നിർവഹിച്ചു. ഭാവി മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്ന ജെയിൻ യൂണിവേഴ്സിറ്റി ക്രിയാത്മകതയുടെ കേന്ദ്രമാണെന്ന് ഹൈബി ഈഡൻ MP പറഞ്ഞു. Whenever I speak to the people of Jain University, I think they are so futuristic, they are so passionate. Whenever I go to that particular university for an event, I think that there is something very creative happening here. And when Tom speaks about his university and the system of education, he gives these crazy ideas. ജെയിൻ യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ ജയലത, ഫ്യൂച്ചർ കേരള മിഷൻ ചെയർമാനും ജെയിൻ ഡീംഡ് യൂണിവേഴ്സിറ്റി പ്രിൻസിപ്പൽ അഡ്വൈസറുമായ വേണു രാജാമണി, ഇൻഫോ പാർക്ക് CEO സുശാന്ത് കുരുന്തിൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് മലയാളം, കൊച്ചി.